ഇല്ലാതായി പോയാൽ ആരറിയാൻ? ഒരു 100 കിളികളിൻ കൂട്ടത്തിൽ ഒരു ചിറകിൻ വേദന ആരറിയാൻ? 100 പൂക്കളിൻ തോട്ടത്തിൽ ഒരു കളയിൻ കഥ അത് ആർ പറയാൻ? ജീവിതമെന്നോരോട്ടത്തിൽ വീണുപോയവരെ ആര് നനയ്ക്കാൻ? ചില ആൾക്കാർ വിഷയത്തെ അച്ഛൻ എന്ന് പറയുന്നതെന്ന്, പക്ഷെ ഇവിടെയുള്ള നമ്മുടെ സഹോദരങ്ങളൊക്കെ അറിയുന്നത് അച്ചയൻസ് എന്ന് പറയുമ്പോഴാട്ടോ. നമ്മുടെ പേര് പോലും അറിയത്തില്ല. എന്റെ പേര് ടോണി എന്നാണ് കേട്ടോ. അതെ, ടോണി സാജൻ വ്ലോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്കൊരു അടിപൊളിയായിട്ടുള്ള ഒരു പനീർ ബട്ടർ മസാല ഉണ്ടാക്കണ്ടേ നമുക്ക്? അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, കമോൺ. നമ്മളപ്പം പനീർ ബട്ടർ മസാലയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അതിന്റെ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം, അതിന്റെ സ്പൈസസ് കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. ഓക്കെ, അത് പനീർ എടുത്തു, ഒരു 400 ഗ്രാം എടുത്തിട്ടുണ്ടോ. അതുപോലെ നമ്മള് അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ, കാഷ്യൂ നട്ട്സ് നമ്മൾ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. തക്കാളി ഉണ്ട്, തക്കാളി നമ്മൾ പേസ്റ്റ് ആക്കി. കറിവേപ്പില ഉണ്ട്, അതുപോലെ തന്നെ പച്ചമുളക് 2-3 എടുത്തിട്ടുണ്ട്. അതുപോലെ സ്പൈസസ് എന്ന് പറയുമ്പോൾ നമുക്ക് പടം വേണ്ടെന്ന് പറഞ്ഞാൽ ഇതാ കറിവേപ്പില, അതുപോലെ ഗ്രാമ്പു, അതുപോലെ തന്നെ ജീരകം. പിന്നെ നമ്മൾ എന്താ വേണ്ടത്? വെളുത്തുള്ളി ഉണ്ട്, ഇഞ്ചി ഉണ്ട്, സവോള ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ, നമുക്ക് ഏത് ഓയിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ തുടങ്ങാൻ പോകണം. സ്റ്റവ് കത്തിക്കട്ടെ. പാൻ വെച്ചു, എണ്ണ ഒഴിക്കുകയാണ്. ഓക്കെ, എണ്ണ ഒഴിച്ചു കേട്ടോ. അപ്പൊ നമ്മള് സ്പൈസസ് നമുക്ക് ആദ്യം ചേർക്കണ്ടേ. എണ്ണ ഒന്ന് ചൂടാകട്ടെ. എന്നെ പെണ്ണുമുള്ള ചോറെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇത് റെഡിയായാൽ മാത്രം മതി കേട്ടോ. അപ്പൊ നമുക്ക് തുറന്നല്ലേ. എണ്ണ ഏകദേശം ചൂടാകാൻ തുടങ്ങിയിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്പൈസസ് ചേർക്കാം. നമുക്ക് ആദ്യം കറുവപ്പട്ട ചേർക്കുന്നു, അതുപോലെ 2-3 ഗ്രാമ്പു ഇടുന്നു. നമ്മൾ ഏലക്ക ഇട്ടു, ഗ്രാമ്പു ഇട്ടു, ഏലക്ക ഇട്ടു കേട്ടോ. ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ചെറുതായിട്ട് കേട്ടോ. അത് കഴിഞ്ഞ ശേഷം നമുക്ക് എന്താ ചെയ്യുക? ഓക്കെ ആയിട്ടോ. അപ്പൊ അതിനുശേഷം നമുക്ക് ലേശം ഇഞ്ചി ചേർക്കുന്നു, വെളുത്തുള്ളി ചേർക്കുന്നു. ചേർത്തല്ലേ? ഇതും ചെറുതായിട്ട് നമുക്കൊന്ന് നമ്മളൊന്ന് വഴറ്റിയെടുക്കുന്നു. ചേർക്കുന്നുണ്ട്. കളർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? കറിവേപ്പില ചേർക്കുന്നു കേട്ടോ. അതുപോലെ നമ്മൾ സവോള അരി വെച്ചിട്ട് അത് ചേർക്കുന്നു. അപ്പൊ നമ്മള് ലോ ഫ്ലെയിമിലിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം സവോള വഴന്നു കഴിഞ്ഞിട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് മസാല ചേർക്കണ്ടേ, പൊടികൾ ചേർക്കണം. അപ്പൊ കുറച്ച് നമ്മൾ എന്ത് ചെയ്യാം? മഞ്ഞപ്പൊടി ചേർത്തു, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തു, അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്തു. നമ്മളൊന്ന് മിക്സ് ചെയ്യണേ. പൊടികളൊക്കെ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ നമ്മൾ വഴറ്റിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. അപ്പൊ അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ പൊടികളൊക്കെ ചേർത്തിട്ടുണ്ട്, അത് ലോ ഫ്ലെയിമിൽ നമ്മൾ വഴറ്റിയെടുക്കണം. ഓക്കെ, അപ്പൊ അതിന്റെ പൊടിയിലെ കുത്തിൽ മണക്ക് മാറിയതിനു ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. ഓക്കെ, ഗരം മസാല കൂടി ചേർക്കണം കേട്ടോ, ഒരു 1/2 ടീസ്പൂണോ. തക്കാളി പേസ്റ്റ് ആട്ടോ, അത് നമ്മൾ ചേർക്കുകയാണ് കേട്ടോ. ഒരു 3 തക്കാളി നമ്മൾ ചേർത്തിട്ടുണ്ട്. തക്കാളി പേസ്റ്റ് നമ്മൾ ചേർത്തിട്ടുണ്ട്. തക്കാളി പേസ്റ്റ് നമ്മൾ ചേർത്ത് നമ്മൾ പതുക്കെ ഇളക്കിയെടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? വെള്ളവും ചേർക്കാതെയാണ് നമ്മൾ പേസ്റ്റ് ആക്കിയിരിക്കുന്നത്. അത് നമ്മളിങ്ങനെ വറ്റിച്ചെടുക്കണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർക്കണേ കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർക്കണം. നമ്മളിങ്ങനെ വഴറ്റിയെടുക്കണം. അത് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ഈ വെള്ളമൊക്കെ മാറി നമ്മൾ അതൊക്കെ വറ്റിച്ചെടുക്കും. തക്കാളി മസാല ഉണ്ടാക്കുന്ന പോലെ തന്നെ ആ ഉള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ മസാല ആക്കി എടുക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഇത് നമ്മൾ എന്ത് ചെയ്യുക? മിക്സ് ചെയ്യണേ.
നല്ല സൂപ്പറായിട്ട് ഗ്രേവി ടൈപ്പ് ആയിട്ടുണ്ട്. അടിപൊളി ഗ്രേവി ടൈപ്പ്. ഓക്കെ, മസാല ആക്കി എടുക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് അരക്കപ്പ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മിക്സ് ചെയ്യണേ. നല്ല സൂപ്പറായിട്ട് ഗ്രേവി ടൈപ്പ് ആയിട്ടുണ്ട്. അടിപൊളി ഗ്രേവി ടൈപ്പ്. ഗ്രേവി എല്ലാം തിളച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാഷ്യൂനട്ടിന്റെ ഒരു പേസ്റ്റ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കേട്ടോ. അപ്പൊ ആ കാഷ്യൂനട്ടിന്റെ പേസ്റ്റ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നു. അപ്പൊ നമ്മള് മസാലകൾ റെഡി ആയിട്ടുണ്ട്. അതെല്ലാം നല്ല അടിപൊളിയായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് പനീർ നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ കുറച്ച് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. പനീറെല്ലാം ചേർത്തുണ്ട്. നമ്മൾ കുറച്ച് നേരം എന്ത് ചെയ്യുക, മൂടി വെച്ച് തിളപ്പിച്ചെടുക്കും. അപ്പൊ നമ്മള് പനീർ ബട്ടർ മസാല റെഡി ആയിരിക്കുന്നു. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ്, സൂപ്പർ. നിങ്ങൾക്ക് ഉണ്ടാക്കാം, നമുക്ക് സെർവ് ചെയ്യാം. ഓക്കെ, പളുങ്കിൻ തുള്ളി